സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിക്ക് മുമ്പേ ത്യാഗരാജൻ സുഹറയെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ത്യാഗരാജൻ്റെ വഴിക്ക് തന്നെ സുഹറയെ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സുഹറയുടെ വർത്താനത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ സുഹറയെ പ്രഭാവതിയും രജനിയും കൂടെ വന്ന് കണ്ട് പറയുന്നുണ്ട്, ഇതുപോലെ ചന്ദ്രമതിക്ക് ഒരു പക്ഷേ കോടതിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ സുഹറ ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് വരണേന്ന് പറയുമ്പം സുഹറ പറയുന്നുണ്ട്, ഞാൻ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രമതിയുടെ അനുജൻ തന്നെയല്ലേ ഈ ത്യാഗരാജൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുഹറ വിശ്വസിച്ചു. ചന്ദ്രമതിയുടെ ശത്രുവാണ് പ്രഭാവതി. ബലരാമൻ മരിച്ചതിന് ശേഷം സുഹറയെ വിളിച്ച് ചന്ദ്രമതി ഇവരെ കുറ്റപ്പെടുത്തിയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതായത് സിദ്ധാർത്ഥനും പ്രഭാവതി തൻ്റെ ജീവിതം തകർത്തു എന്നുള്ള രൂപത്തിനൊക്കെ ചന്ദ്രമതി പറഞ്ഞത് സുഹറയ്ക്ക് ഓർമ്മയുണ്ട് താനും. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയായിട്ട് വരുത്തിച്ചതാണ് ത്യാഗരാജനെ എന്നുള്ള കാര്യമൊക്കെ സുഹറയ്ക്ക് അറിയാം. പ്രഭാവതിക്കും സിദ്ധാർത്ഥനും അനുകൂലമായിട്ട് മൊഴി കൊടുക്കത്തില്ലെന്ന് ഉറച്ചു തീരുമാനിക്കുന്നുണ്ട്. അത് കേട്ട് ഷോക്കാവുന്നുണ്ട് രജനിയും പ്രഭാവതിയും. തങ്ങളുടെ ഏക ഒരു പ്രതീക്ഷയായിരുന്നു സുഹറ മൊഴി കൊടുക്കുന്നതിലൂടെ സിദ്ധാർത്ഥനെ പുറത്തിറക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതും അസ്തമിക്കുവാണോ എന്നുള്ളൊരു ടെൻഷനിൽ ഉരുകുന്നു പ്രഭാവതി. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, സിദ്ധാർത്ഥനെ പുറത്തിറക്കണമെങ്കിൽ എന്തൊക്കെയായാലും ചന്ദ്രമതി തന്നെ വിചാരിക്കണം. ചന്ദ്രമതി വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും അത് വേണം കോടതിയായാലും സുഹറയായാലും വിശ്വസിക്കാൻ. അല്ലാതെ തങ്ങൾ എന്ത് പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാകുന്നു. ത്യാഗരാജൻ്റെ പിടിയിലാണ് ഇവരിപ്പം സംസാരിക്കുന്നതെന്നും പ്രഭാവതിക്ക് മനസ്സിലാകുന്നുണ്ട്. അരുന്ധതിയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ദേവിക കാണുന്നത് ഒരു ആംബുലൻസും കുറേ നേഴ്സുമാരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. മേഡത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രോബ്ലം എന്നൊക്കെ ദേവിക മനസ്സിൽ വിചാരിക്കുന്നു, അരുന്ധതി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട്. അതേസമയം കാണിക്കുന്നുണ്ട് അരുന്ധതി ദേവികയോട് വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കാന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നാൽ മതി എന്നൊക്കെ ചൂടായി പറയുന്നു. അന്നേരം സ്ഥിരം കേൾക്കാറുള്ള ആ ഒരു മണിനാദം കേൾക്കുന്നു. അത് കേട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അരുന്ധതി. അതിനർത്ഥം മുകളിൽ താമസിക്കുന്ന ആ ആളെ അരുന്ധതി അത്രയും പേടിക്കുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. അരുന്ധതി ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നതൊക്കെ പേടിച്ച് നോക്കി നിൽക്കുന്നുണ്ട് ദേവിക. അതേസമയം അരുന്ധതിയുടെ പിന്നിലുള്ള ആ സത്യം കണ്ടുപിടിക്കുന്നത് മിക്കവാറും ദേവികയാണോ കാട്ടൂരാനാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. കാട്ടൂരാനും വളരെ മിടുക്കനായ ഒരു വക്കീലായതുകൊണ്ട് തന്നെ ദേവികയ്ക്കായി മുമ്പേ അരുന്ധതിക്ക് പിന്നിലുള്ള ആ ഒരു സത്യം പ്രഭാവതിയോട് കണ്ടുപിടിച്ച് പറയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതേസമയം ഗിരീഷ് മാഷിൻ്റെ ആ നിരപരാധിത്വം സ്കൂളും കുട്ടികളും പേരൻസും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല മാഷിനോട് ക്ഷമ പറയാനായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ സാറുമാർ മാഷിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അതൊക്കെ കണ്ടിട്ട് രജനിക്കും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. എന്തായാലും ത്യാഗരാജൻ കളിച്ച കളിയെ തുടർന്നാണ് ഗിരീഷ് മാഷിന് ഇങ്ങനൊരു ചീത്തപ്പേരുണ്ടായെന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്കും രജനിക്കും പ്രഭാവതിയും കുടുംബവും വീട് വിട്ടിറങ്ങിയതിൻ്റെ ആ ഒരു വിഷമം നന്നായിട്ടുണ്ട് താനും. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും മാറി പ്രഭാവതിയുടെ കുടുംബത്തിൻ്റെ സന്തോഷം ഉടനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.